ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നോടൊരു സബ്സ്ക്രൈബർ വന്നിട്ട് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല, അപ്പം ബേസ് തൊട്ട് പഠിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരു ക്ലാസ്സുകൾ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ചോദിച്ചത്. കാരണം ആൾ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അതും മലയാളം മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2ാം ക്ലാസ്സോ അത്രയെങ്ങാണ്ടേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആൾ എനിക്കിങ്ങനെ പേഴ്സണലി മെസ്സേജ് ഇട്ടതാണ്. കാരണം വെച്ചാൽ ആൾക്കിങ്ങനെ പുറത്ത് പോയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്തു നിന്ന് പഠിക്കാനായാലും അങ്ങനെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ ചാനലൊക്കെ കണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ എന്താണോ അത് എന്തൊക്കെയാണെന്നുള്ളത് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എന്നോടിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക വീഡിയോ ഞാനിപ്പോൾ ക്ലാസ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ് ഇടുന്നതെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 95% ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാവുന്ന ഈ ക്ലാസ്സിൻ്റെ ഇത് അറിയാവുന്നതാണ്. അപ്പോൾ 5% പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഇടുന്നത്. കാരണം 5% പേർക്ക് ഈ ക്ലാസ്സിനെ പറ്റി അറിയുന്നുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ആൽഫബറ്റ് എന്ന് വെച്ചാൽ സ്വരാക്ഷരങ്ങളാണ്. ആൽഫബറ്റ് എന്ന് വെച്ചാൽ അക്ഷരങ്ങളാണ്. ഓക്കെ, വി കോൾ ദി ലെറ്റേഴ്സ് ഫ്രം എ ടു സെഡ് ദി ആൽഫബറ്റ്. എ ടു സെഡിനെ നമ്മൾ വിളിക്കുന്നത് ആൽഫബറ്റ് എന്നാണ്. ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആസ് 2 ലെറ്റേഴ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് 2 ലെറ്ററാണുള്ളത്. ദെയർ ആർ 2 കൈൻഡ് ഓഫ് ലെറ്റേഴ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ മൊത്തം 26 അക്ഷരങ്ങളുണ്ട്. ഓക്കെ, മലയാളത്തിൽ നമുക്ക് 56 അക്ഷരങ്ങളില്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളേ ഉള്ളൂ. അതിനെ 2 രീതിയിലാണ് വിളിക്കുന്നത്. ഒന്ന് സ്മോൾ ലെറ്ററും ഒന്ന് ക്യാപിറ്റൽ ലെറ്ററും. പിന്നെ ലെറ്റേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു വവൽസ് ആൻഡ് കൺസോണൻസ്. ലെറ്ററിനെ വന്നിട്ട് വവൽസും കൺസോണൻസും പറയും. വവൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരാക്ഷരങ്ങളാണ്. അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. AEIOU അതാണ് സ്വരാക്ഷരങ്ങൾ. കൺസോണൻസ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ. അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. BCDFGHKLMNPQRSTUTVWXYZ. അപ്പോൾ ഇത്രയാണ് കൺസോണൻസ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. ക്യാപിറ്റൽ ലെറ്റർ എന്ന് വെച്ചാൽ വലിയ അക്ഷരങ്ങളും സ്മോൾ ലെറ്റർ എന്ന് വെച്ചാൽ ചെറിയ അക്ഷരങ്ങളും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഇത്രയും വലുതും ചെറുതുണ്ട്. മലയാളത്തിൽ ഒന്നേ ഉള്ളൂ, അപ്പോൾ ഇംഗ്ലീഷിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്.